ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നിപ്പോൾ ഞാൻ പൊന്നാനിയിലാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. പിന്നെ ഇതിൽ നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്നതാ ഞാൻ ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ക്യാരറ്റൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം തന്നെ വേവിക്കുക, അതായത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. നമ്മൾ വേവിച്ച് ക്യാരറ്റിലുള്ള വെള്ളം കളയരുത് കേട്ടോ, അതും കൂടി എടുക്കണം. അപ്പോൾ വെള്ളവും ക്യാരറ്റും കൂടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിലേക്ക് മാറ്റിയതാണ്. കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. നമ്മളിതാ അഗാരോൻ്റെ റീഗൽ ന്യൂട്രി ബ്ലെൻഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൽ 3 ജാസ് വരുന്നുണ്ട്. നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സാധനമാണ് കേട്ടോ. നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. നമ്മളെ കണ്ണിന്, പിന്നെ സ്കിന്നിന്, ബോണിന് ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗാരോൻ്റെ ഈ ഒരു പേഴ്സണൽ ബ്ലെൻഡർ ആവശ്യമുണ്ടെങ്കിൽ ആമസോൺ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ദിവസം അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. എല്ലാവരും വരുമ്പോൾ മാച്ച് ചെയ്ത ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ വീടാണ്, അതായത് മുത്താപ്പാൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റിന് ഐസ്ക്രീമൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇവിടെ ബ്രദറിൻ്റെ വൈഫ് ഇനുത്താത്ത ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ഈവനിങ് ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ സമൂസയൊക്കെ പൊരിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. ഇവിടെ ഇതാ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ്. കുട്ടികളൊക്കെ ഇതാ ടി വി ഒക്കെ ഇട്ട് കുറച്ച് ടൈം ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തിയതാണ് കേട്ടോ. ഫുൾ ബഹളമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അതിനിടയിൽ ഇതാ നമ്മൾ 3 പേരും കൂടി പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. പെരുന്നാൾ ഷോപ്പിംഗ്, അതായത് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി മെയിനായിട്ട് എടുക്കാനുള്ളത് ഷോളാണ്. അപ്പോൾ നമ്മൾ പൊന്നാനിയിലുള്ള പേസ്റ്റൽ പാരസിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നാൽ പിന്നെ എല്ലാ ഷെയ്ഡും കിട്ടും, അതായത് നമുക്ക് ഏതാണോ നമ്മൾ വിചാരിച്ച കളർ അത് ഇവിടുന്ന് കിട്ടും. ഷോളിന് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറാണ്. അപ്പോൾ ഇവിടെ ഇതാ ഞാനും റിയൊക്കെ ഷോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജേഴ്സി ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷേ നമുക്ക് ചില ഡ്രസ്സിലേക്ക് ജേഴ്സി പറ്റൂലല്ലോ. അപ്പോൾ ഞാനിതാ ഷിമ്മർ ഷോളാണ് കേട്ടോ കൂടുതൽ നോക്കുന്നത്. ഇവിടെ ഷിമ്മർ ആണെങ്കിലും പിന്നെ ജോർജറ്റ് ഷോൾ ആണെങ്കിലും എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. പൊന്നാനിയിലൊക്കെ ഉള്ളവർ ഷോളൊന്നും അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. പേസ്റ്റൽ പാരറ്റ്സിൽ വന്നാലും നിങ്ങൾക്ക് കിട്ടാതെ പോകില്ല. അത്രയധികം കളേഴ്സ് ഇവിടെ ഉണ്ട്. ജോർജറ്റിലാണെങ്കിലും ഷിമ്മറിലുമൊക്കെ. ഷിമ്മറിൽ പൊതുവേ അങ്ങനെ കുറേ വെറൈറ്റി കളേഴ്സ് എല്ലായിടത്തും നമ്മൾ കാണില്ലല്ലോ. പക്ഷേ ഇവിടെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് ഷിമ്മർ ഷോളാണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഷിമ്മർ ഷോൾ ഇട്ടപ്പോൾ അത് എങ്ങനെയാണ് പിൻ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. പിന്നെ ഒരു ക്യാപ്പൊക്കെ ഇടണം. ക്യാപ്പ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടിയും വൃത്തിയിലൊക്കെ നിൽക്കും കേട്ടോ. ഇതുപോലെയുള്ള ഷോൾസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ലേസൊക്കെ വരുന്ന ടൈപ്പ് കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ളതും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ ഇതാ ഫുള്ളായിട്ട് ജോർജറ്റ് ഷോൾസ് ആണ്. അങ്ങനെ ഇതാ നമുക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഷോൾസൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാളൊക്കെ ആയിട്ട് ഇതാ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നേരെ പേസ്റ്റൽ പാരറ്റ്സിലേക്ക് പോരെ. പേസ്റ്റൽ പാരറ്റ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി, ചെന്തപ്പടി, മേഡി സിറ്റിനൊക്കെ അടുത്തായിട്ടാണ്. ഇവിടെ ഇതാ ഡിന്നർ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ്. പാസ്ത മേക്കിംഗ് ആണ് കേട്ടോ. നമ്മളെ വൈറ്റ് സോസ് പാസ്ത ഇല്ലേ, അത് തന്നെയാണ് സംഭവം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പാലും ചീസും പിന്നെ മൈദയൊക്കെ മിക്സ് ചെയ്ത് കുരുമുളകൊക്കെ കൂട്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കുക. പിന്നെ അതും പാസ്തയും ചിക്കനും കൂടിയിട്ട് മിക്സ് ചെയ്ത സംഭവം റെഡിയാവും. നല്ല ഈസിയാണ് കേട്ടോ. ഇതിലങ്ങനെ സവാള വേറെ മസാല ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ മസാല ഉണ്ടാക്കിയിട്ടും നമുക്ക് പിന്നെ വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതൊരു ഈസി വേർഷനാണ്. അങ്ങനെ ഇതാ നമ്മളെ ഫുഡൊക്കെ റെഡിയായി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിക്കിയാന് ആ അങ്ങനെ അവരുടെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നത്.
നെക്സ്റ്റ് ലഞ്ച് പ്രിപ്പറേഷനാണ്. ഇന്നിതാ ഒരു സ്പെഷ്യൽ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ചെമ്മീൻ ചോറ്. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത ഓയിലിലേക്കാണ് നമ്മൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ സവാള കട്ട് ചെയ്തത്, പിന്നെ നമ്മളെ പച്ചമുളക്. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ കുറേ സവാളയൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് സവാള എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഫുള്ളായിട്ടൊന്ന് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി കേട്ടോ. അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബിരിയാണിയും ഈ ഒരു ചെമ്മീൻ ചോറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നെക്സ്റ്റ് ഇതാ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതാ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. 1.5 കിലോ അരിയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പം മസാലയും എല്ലാം കൂടി ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരിൻ്റെ ഡബിളാക്കിയിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു പകുതി വേവാകുമ്പോഴൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഗതി ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ബിരിയാണീൻ്റെ ആ ഒരു പണിയൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ അവിടുന്ന് പോകാനായിട്ടുണ്ട് കേട്ടോ. ചായക്ക് കുടിച്ചിട്ടാണ് പോയത്. ഉന്നക്കായും പരിപ്പോടൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് പിന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. നമ്മളെ ചെമ്മീൻ ചോറ് ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.